കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഈ യാത്ര പിണറായി വിജയനാണ് നടത്തിയത്. പക്ഷേ ഇപ്പോ ആ രംഗത്ത് ഏതായാലും വിജയനില്ല, ഗോവിന്ദ മാഷാണ്. യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവന്ന പദ്ധതികളിൽ പലതും 90% ചാണ്ടി തുടങ്ങി വെച്ചത് തന്നെയാണ്, മെഡിക്കൽ കോളേജുകളടക്കം. ഒരു പുതിയ യുഗം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ആ യുഗം സൃഷ്ടിക്കാൻ കേരളത്തിൽ UDF മാത്രമേ കഴിയൂ. ഇത്രയധികം ശുഷ്കമായ ഒരു ഖജാനാവ് വെച്ചുകൊണ്ട് VD സതീശൻ എന്നല്ല, UDF എന്നല്ല, സാക്ഷാൽ ദൈവമാണെങ്കിൽ പോലും ഇവിടെ എന്ത് വികസനമാണ് പെട്ടെന്ന് സാധ്യമാകുക? പുറത്തുനിന്ന് ഇതിനെ ഇംപാർഷ്യലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം ഒരു ജോക്കായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. നമസ്കാരം. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ കേരളം വീണ്ടും രാഷ്ട്രീയ നേതാക്കളുടെ യാത്രകൾ കൊണ്ട് സമ്പന്നമാവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് LDFന്റെ വികസന ജാഥകൾ ആരംഭിച്ചത്. ഇപ്പോൾ അതിന് ബദലായി UDF പുതുയുഗ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പുതുയുഗ യാത്ര നയിക്കുന്നത്. നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ LDFന് മേൽ UDFന് ഒരു മേൽക്കൈയുണ്ട്. ഈ മേൽക്കൈ ഈ യാത്രയോടുകൂടി VD സതീശന് നിലനിർത്താൻ വേണ്ടി സാധിക്കുമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ പുതുയുഗം രചിക്കാൻ VD സതീശന് സാധിക്കുമോ? നമ്മളോട് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിനു മുമ്പ് ആ ഗോവിന്ദ മാഷ യാത്ര, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഈ യാത്ര പിണറായി വിജയനാണ് നടത്തിയത്. പിണറായി വിജയൻ അന്ന് നല്ല ക്രൗഡ് പുള്ളറായിരുന്നു അന്ന് പിണറായി വിജയൻ. അന്ന് മമ്മൂട്ടിയും പ്രേം നസീറും മോഹൻലാലിനും ഒക്കെ ഒരു സ്റ്റാർ ഇമേജിലാണ് അന്ന് കേരളം മുഴുവൻ ഒന്നാമത്തെ 5 വർഷം പൂർത്തിയാക്കി അടുത്തതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. പക്ഷെ ഇപ്പോ ആ രംഗത്ത് ഏതായാലും വിജയനില്ല, ഗോവിന്ദ മാഷാണ്. കേരളത്തിന്റെ വികസനം അപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ നടപ്പാക്കണമെന്നുണ്ട്. അതിൽ പ്രധാനമായും കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇതെല്ലാം പാതി വഴിയിലായി പോയത് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്കെതിരെ, അതായത് ഞങ്ങളെ പദ്ധതികൾക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നില്ല, ഞങ്ങളെ മോറലായി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പം വീണ്ടും കേരളത്തെ ഒന്ന് പുതുക്കി പണിയണമെങ്കിൽ വീണ്ടും കേരളത്തിൽ വികസനത്തിന്റെ പേരും പറഞ്ഞൊരു യാത്ര നടത്തുമ്പോൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ BJP ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വികസനപരമായ ഒരു കാര്യവും ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് ഇവർ തന്നെ പറയുമ്പോൾ അതിനൊരു വൈരുദ്ധ്യമില്ലേ? കാരണം ഏതായാലും അടുത്ത കാലത്തൊന്നും ഇപ്പോൾ ഒരു വർഷത്തിലെ കേന്ദ്രം മോഡിയുടെ 3ാം ടേം ഒരു വർഷമേ ആയിട്ടുള്ളൂ, 4 വർഷം കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പൊ ഇവിടത്തെ വികസനം എന്ന് പറയുമ്പോൾ വല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി പോകും. കാരണം ഉമ്മൻചാണ്ടി കൊണ്ടുവരുന്ന പദ്ധതി അത് വിഴിഞ്ഞമായാലും ഗെയിൽ പാചകവാതക പൈപ്പിലായാലും അതിനിവരൊരു ഡിസ്ട്രക്റ്റീവായ ഒരു ടോൺ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായ ഒരു മുഖമാണ് കാണുക. ഈ പദ്ധതികളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവന്ന പദ്ധതികളിൽ പലതും 90% ചാണ്ടി തുടങ്ങി വെച്ചത് തന്നെയാണ്, മെഡിക്കൽ കോളേജുകളടക്കം. ഇനി VD സതീശൻ പറയുന്ന പുതുയുഗ യാത്ര, അതായത് കേരളം ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. കേരളം വല്ലാതെ മുരടിച്ചു പോയിരിക്കുന്നു. വികസനം കംപ്ലീറ്റ് ഉണങ്ങിയ പൂക്കൾ പോലെയാണ്, സൂക്കേ പത്തേ അതുപോലെയാണ്. അതുകൊണ്ടൊരു പുതിയ യുഗം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ആ യുഗം സൃഷ്ടിക്കാൻ കേരളത്തിൽ UDF മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ യാത്രയിലൂടെ കേരളം പിടിച്ചെടുക്കും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം ഖജാനാവ് ശുഷ്കമാണ്, കാലിയാണ്. ഖജാനാവിൽ അനേകം പൂച്ചകൾ പ്രസവിച്ച് കിടക്കുന്നു എന്ന് പറയുന്നു. ഈ ഖജാനാവിനെ ഉപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ ഇത്രയധികം ശുഷ്കമായ ഒരു ഖജാനാവ് വെച്ചുകൊണ്ട് VD സതീശൻ എന്നല്ല, UDF എന്നല്ല, സാക്ഷാൽ ദൈവമാണെങ്കിൽ പോലും ഇവിടെ എന്ത് വികസനമാണ് പെട്ടെന്ന് സാധ്യമാകുക എന്ന ചോദ്യം ബാക്കിയുണ്ട്. പിന്നെ അന്തരീക്ഷം, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ആന്റി ഇൻക്യുംബൻസി ഉണ്ടാകും. അപ്പോൾ ഈ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഒന്ന് മാറി പുതിയൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പൊ അവരെ ആകർഷിക്കാനാണ് VD സതീശൻ ഈ യാത്ര നടത്തുന്നത്. ഗോവിന്ദ മാഷ് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ടോണ് മാറ്റി, ടേംസ് മാറ്റി യാത്ര നടത്തും. ഇതെല്ലാം ഇവരെ കൂടെ നിൽക്കുന്ന 100% കമ്മിറ്റഡ് ആയ ആളുകൾക്ക് ഇതെല്ലാം ദഹിക്കും. അല്ലാതെ പുറത്തുനിന്ന് ഇതിനെ ഇംപാർഷ്യലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം ഒരു ജോക്കായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ.